സൗദി അറേബ്യയിൽ ആദ്യമായി മദ്യശാല തുറക്കാൻ പോകുന്നെന്നുള്ള തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. ഇതിന്റെ വിശദാംശങ്ങളാണ് പരിശോധിക്കുന്നത്. 1961 വിയന്ന കരാർ പ്രകാരം സൗദിയിലെ നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് മദ്യം ഉപയോഗിക്കുവാനുള്ള അനുമതിയുണ്ട്. ഇതിനായി അവർ സ്വീകരിച്ചിരുന്ന മാർഗം എന്ന് പറയുന്നത് നയതന്ത്ര ചാനൽ വഴി സൗദിയിലേക്ക് മദ്യം കൊണ്ടുവരാൻ അനുവദിക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ ഇങ്ങനെ അനുവദിക്കുന്ന മദ്യം നയതന്ത്ര കാര്യാലയങ്ങൾക്ക് പുറത്തേക്ക് പോകുന്നു എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ഇത് നിയന്ത്രണം ഏർപ്പെടുത്താൻ സൗദി അറേബ്യ തീരുമാനിച്ചത്. ഇതിന്റെ പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. അതിൽ കൃത്യമായി പറയുന്നത് ഇങ്ങനെ വ്യാപകമായ തോതിൽ സൗദിയുടെ അകത്ത് തന്നെ നയതന്ത്ര കാര്യാലയങ്ങൾക്ക് പുറത്തേക്ക് മദ്യം എത്താതിരിക്കാൻ പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു എന്നാണ് ആ വാർത്തയിൽ പറഞ്ഞിരുന്നത്. അതിന്റെ ഭാഗമായി നയതന്ത്ര കാര്യാലയങ്ങളോട് ചേർന്ന് അവർക്ക് പ്രത്യേകമായി ഒരു സ്റ്റോർ അനുവദിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും റിയാദ് ഉൾപ്പെടെയുള്ള മേഖലയിൽ നയതന്ത്ര കാര്യാലയങ്ങൾ ഒന്നിച്ച് ഒരു ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ മേഖലയിൽ അവർക്കായി ഒരു സ്റ്റോർ സജ്ജീകരിക്കും. ഇതിൽ നിന്നും വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകമായ ഒരു കോഡ് അമുസ്ലിങ്ങളായിട്ടുള്ള നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് അനുവദിക്കും. ഈ കോഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാസം നിശ്ചിത ശതമാനം അല്ലെങ്കിൽ നിശ്ചിത അളവിൽ മാത്രം മദ്യം അനുവദിക്കുവാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെയുള്ള രീതി പ്രകാരം ആർക്കും എത്ര അളവിലും മദ്യം കൊണ്ടുവരാനും അത് പരസ്പരം പങ്കുവെക്കുവാനും കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനാണ് പുതുതായി നിയന്ത്രണം ഏർപ്പെടുത്താൻ പോകുന്നത് എന്നാണ് പുതിയ ഉത്തരവിൽ പറയുന്നത്. ഇതിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് സൗദി അറേബ്യയിൽ ആദ്യമായി മദ്യശാലകൾ തുറക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. 1961 വിയന്ന കരാർ പ്രകാരം നേരത്തെ തന്നെ പതിറ്റാണ്ടുകളായി സൗദി അറേബ്യയിൽ നിലവിലുള്ള സമ്പ്രദായത്തെയാണ് ഈ രീതിയിൽ വാർത്തയായി പുറത്തേക്ക് വിടുന്നത്. ഇതിൽ പ്രത്യേകമായി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, സൗദി അറേബ്യ 1950-കൾ മുതൽ തന്നെ സമ്പൂർണ്ണമായി മദ്യനിരോധനമുള്ള രാജ്യമാണ്. അതായത് പൊതുസ്ഥലത്തോ പൊതുജനങ്ങൾക്കോ മുസ്ലിങ്ങളായ ആളുകൾക്കോ ഒരു നിലക്കും മദ്യം ഇവിടെ അനുവദിച്ചിട്ടില്ല. മാത്രവുമല്ല, സൗദി അറേബ്യയിൽ വരുന്ന വൻകിട അത്യാഡംബര പദ്ധതികളായ നിയോം ഉൾപ്പെടെയുള്ള മേഖലയിൽ തന്നെ മദ്യം ഉൾപ്പെടെയുള്ളവ അനുവദിക്കില്ലെന്ന് നേരത്തെ തന്നെ മന്ത്രാലയങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇത് വിദേശ മാധ്യമങ്ങൾ ചോദിച്ച സമയത്ത് തന്നെ അവർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, സൗദി അറേബ്യ ഇത്രയും കാലം അതിന്റെ ടൂറിസം പദ്ധതികൾ വികസിപ്പിച്ചതും ഒപ്പം തന്നെ വിജയിപ്പിച്ചതും മദ്യത്തിന്റെ പിൻബലത്തോടു കൂടിയല്ല. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും അത്തരത്തിൽ മദ്യം സേവിച്ചുകൊണ്ടുള്ള ടൂറിസം സൗദി അറേബ്യ ആഗ്രഹിക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ പുതുതായി ഏർപ്പെടുത്തിയ നിബന്ധനകൾ എന്ന് പറയുന്നത് ഈ തരത്തിൽ മദ്യം പുറത്തേക്ക് പോകുന്നത് തടയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. ഈ രൂപത്തിൽ നേരത്തെ പുറത്തുവിട്ട നിബന്ധനകളാണ് പുതിയ തരത്തിൽ വാർത്തയായി ഇപ്പോൾ പ്രചരിക്കുന്നത്. സൗദി അറേബ്യയിലെ ഏതെങ്കിലും മാധ്യമങ്ങളോ മന്ത്രാലയങ്ങളോ ഏതെങ്കിലും അതോറിറ്റികളോ സൗദി അറേബ്യയിൽ മദ്യ സ്റ്റോർ തുറക്കുന്ന തരത്തിൽ വാർത്തകൾ പുറത്തുവിട്ടിട്ടില്ല. പകരം ഇതിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ്. അതിന്റെ ഭാഗമായി നേരത്തെ പറഞ്ഞ ഈ രീതിയിൽ പുതിയ സമ്പ്രദായം കൊണ്ടുവരികയാണ് എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്.